കിരാലൂർ ഊട്ടുപെരുന്നാളിന് പോയപ്പോൾ കണി കണ്ടത് ഇവരേട്ടാ. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു ശുഭപ്രതീക്ഷ 100% വിജയം. ഊട്ടുതിരുന്നാൾ നിന്ന് കത്തി. ഞങ്ങളിത് നല്ല കുട്ടിയായിട്ട് തിരുനാൾ പ്രദക്ഷിണത്തിലും കുർബാനയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയതും ഒരു ശക്തി അങ്ങോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നെല്ലാം ഫുൾ പോസിറ്റീവ്. ഇതാണ് ഗായക സംഘം. ഇവരെ കൂട്ടിലിട്ട് എല്ലാ പാട്ടും ഒരു അതിമനോഹരമായിട്ട് പാടുട്ടാ. അച്ഛനും കൈകാരും പറഞ്ഞു നോക്കിയേ, ഈ കൊച്ചെന്ത് കഥകളി കളിക്കണ്ട. ദേ ഒരു മഞ്ഞക്കിളി, ഈ ചേച്ചി ഒന്ന് ഞങ്ങളുടെ ക്യാമറയെ പൊത്തിയിട്ടാ. ഈ കുഞ്ഞ് 60,000 റുപ്യയുടെ ലേലത്തിന് പോയ. ഇതാണ് നമ്മുടെ അമ്മമാര്. കിരാലൂർ ഇടയ്ക്ക് വേണ്ടി നിസ്സാർത്ഥമായി സേവനം അനുഷ്ഠിക്കേണ്ട. എന്നെ കണ്ടവർക്ക് അപ്പൊ തല്ലണം. സ്നേഹം കൊണ്ട് ആരോട് വിളിച്ചു കളിക്കണേ നാണം വന്നാ. പിന്നെ ആൽഫിൻ CBSE സ്റ്റേറ്റ് ആന്ന് പറയാൻ പറഞ്ഞുട്ടാ. ഇത് കണ്ട കിരാലൂരിന്റെ ജൂനിയർ ടീം ആസ്തറ്റിക് ഗേൾസ് അടുത്ത് കിരാലൂർ കത്തിക്കാൻ പോണത് ഇവരാട്ടാ. ഏവർക്കും ഞങ്ങളുടെ വക തിരുനാൾ എന്തോട്ടെ തിരക്ക്. ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഇത്തിരി തിരക്കൂടില്ലേട്ടാ. 10,000 പേര് വന്നത് കേട്ടെ. എങ്ങനെ വരാണ്ടിരിക്കാൻ ഞങ്ങൾ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ജനങ്ങൾ ഒഴുകന്നെയായിരുന്നു. പിന്നെ ഒരു പൊതി പാഴ്സല് 40 രൂപ. അത് ഇച്ചിരി കൂടുതലല്ലേ. ഇരട്ടപ്പെട്ട മാങ്കോ പറഞ്ഞ് ഞാൻ കടിച്ചു തിന്നു. പിന്നെ മഴ പെയ്തപ്പോ കൊടയിൽ കയറുന്ന ഇവരെ ഞാൻ ചവിട്ടി പുറത്താക്കി. ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ക്രൂരനാന്ന്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി കൊടയിൽ പട്ടി പറ്റണം 4 ഇനി അവരെ കൂടിയും കേട്ടുണ്ടോ. കെട്ടിയോനാണ് എന്റെ മാലാകാന്ന് പറഞ്ഞിട്ട് കെട്ടിയോനി തപ്പി വന്ന കിരാലൂരിന്റെ അഡ്വക്കേറ്റ്. തിരക്ക് പായസം പോണ പോക്കണ്ട. കിരാലൂര് പള്ളിയിൽ തൂട്ടിന് വരണവർക്കൊക്കെ തൂശനില് വിരിച്ച് തുമ്പപ്പൂ ചോറും സാമ്പാറും കറികളൊക്കെ വിളമ്പി കൊടുക്കാനാണ് നമ്മുടെ ഒരു സ്റ്റൈല്. ഇത്ര വലിയ പരിപാടി നടക്കുമ്പോ ഇവൻ ഞങ്ങൾ എവിടേക്ക് വായകുളിക്ക് എവിടേക്കാൻ കൊണ്ടുപോകും. ഇവരെന്തെങ്കിലും മേപ്പെട്ട് നോക്കി നിൽക്കണേന്ന് അറിയോ? ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഒരു കൂപ്പൺ ഇറക്കിണ്ടായിരുന്നു, സമ്മാന കൂപ്പൺ. അതിന്റെ നറുക്കെടുപ്പാട്ടാ. വിശിഷ്ട വ്യക്തി എന്ന നിലയിൽ 2ാം സമ്മാനം ഞാനാ നറുക്കെടുത്ത്. ആർക്കടിച്ചാണോ അതൊക്കെ. അങ്ങനെ ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ചോറ് കിട്ടിയിട്ട് അതിഥികൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മളുണ്ട്. ഈ ചേട്ടൻ്റെ ഈ കളിക്കോപ്പ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു ആശ. അപ്പൊ ഞങ്ങൾ മേടിച്ച് കളിച്ചു നോക്കിട്ടാ. ഷൈലേച്ചി 4 മണിക്കുള്ള ചായക്കുള്ള പാപ്പം മേടിച്ച് പോട്ടാ. ഇതാണ് സഞ്ജുട്ടാ. അപ്പം കാറ് മേടിച്ചതിന്റെ ചില ഐസ്ക്രീം ഞങ്ങൾക്ക് കിട്ടിയിട്ടാ. അപ്പൊ കിട്ടാത്തവരൊക്കെ ഇവന്റെ അടുത്ത് ചോദിച്ചാൽ മതി, മേടിച്ചു തരും. സഞ്ജു ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂട്ടാ. ഇതെന്തോ ഓട്ടർഷയാ. ഇനി ആള് കയറുതുമേ. നിങ്ങൾ ഇവനെ കണ്ടില്ലേ? ഇവന്റെ താഴത്തേക്ക് നോക്കി കറങ്ങണ ബെൽറ്റ് കണ്ടാ. അങ്ങനെ ഐസും കടിച്ച് ഗ്രേസ് മോളും ടീംസും ടാറ്റേ. ഊട്ട് പെരുന്നാള് കഴിഞ്ഞ എന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ രാത്രി കൊണ്ടും ബാൻഡ് സെറ്റ്, അതും കൈരളി സ്റ്റാർസ് ടീം. പള്ളിയായിട്ട് യാതൊരു ബന്ധത്തിനില്ലട്ടാ. ഈ ചേട്ടൻ വലിയൊരു എഞ്ചിനീയർ ആട്ടാ. കടലിലും കരയിലും ആകാശത്തൊക്കെ വീട് പണി. എന്താ കഴിവില്ല. ഈ ചേട്ടന്റെ സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് ഐസ് മേടിച്ചു തന്നോട്ടാ. ഈ ചേട്ടനൊക്കെ പ്രത്യേകം നന്ദിയുണ്ടേ. വാണമിടറിയാത്ത ഒരു കൂട്ടം ഐസ്. പിന്നെ അവസാനം എങ്ങനെയൊക്കെ അവർ വിട്ടു. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര ലൊബായിട്ടാ. പിന്നെ ഈ വീഡിയോ തികച്ചും എന്റർടൈൻമെന്റ് പർപ്പസ് ഓൺലി.